ഉറപ്പായും ക്ലിക്ക് എന്ന് വെച്ചാൽ ആൾക്കാർ കേട്ടില്ല എങ്കിൽ എനിക്ക് വിഷമമാണ്, അവർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. കേൾക്കാതെ പോകുക എന്ന് പറയുന്ന ഒരു വിഷമമാണ്. അത് എനിക്ക് തോന്നുന്നു എല്ലാ കലാകാരനും അവർ ചെയ്യുന്നത് ആൾക്കാരിലേക്ക് എത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് ആഗ്രഹം. നമ്മുടെ ആഗ്രഹം എത്തി ഓക്കെ, അത് അപ്രിഷ്യേറ്റഡ് ആയില്ലെങ്കിൽ അതിൻ്റെ വിധി അതാണ്. അത് എന്നിലേക്ക് മാത്രം ഒതുങ്ങി അല്ലെങ്കിൽ കുറച്ച് പേരിലേക്ക് ഒതുങ്ങി കുറച്ച് വിഷമമൊക്കെ ആവും ഉറപ്പായിട്ട്, നാച്ചുറലി. പക്ഷേ അതിൽ ഞാൻ അങ്ങ് ട്രിപ്പ് ചെയ്ത് പോകാറില്ല. ഞാൻ അടുത്ത പാട്ടിറങ്ങിയാൽ പിന്നെ സത്യം പറഞ്ഞ കമൻസ് പോലും ഞാൻ പോയി നോക്കാറൊന്നുമില്ല. കാര്യം നോക്കും ഇടയ്ക്ക്, അങ്ങനെ ഒബ്സസ്ഡ് ആയിട്ട് നോക്കത്തില്ല. വല്ലപ്പോഴും ഒന്ന് കുഴപ്പമില്ല, കുറേ പേരൊക്കെ കേൾക്കും. സോഷ്യൽ മീഡിയ എത്രത്തോളം സ്വാധീനിക്കാറുണ്ട്? ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ വളരെ ഹൈ കിട്ടാൻ ഇപ്പോൾ ഈ കണ്ണോട് കണ്ണായിടം കണ്ടാൽ മതി. സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇതുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ഇത് മ്യൂസിക് ചെയ്ത് പോകുന്നത് അല്ലേ. ഇന്നൊരു ഗോഡ് ഫാദറോ ആരും ഇല്ലാതെ നമ്മുടെ ആർട്ട് പുറത്ത് കൊണ്ടുവരാൻ പറ്റുന്നൊരു കാലമല്ലേ. അത് ഇതുകൊണ്ട് മാത്രമല്ല, യൂട്യൂബ് വന്നപ്പോഴല്ലേ നമ്മളെല്ലാം മ്യൂസിക് അപ്രിഷ്യേറ്റഡ് ആയത്. അല്ലാതെ എന്ന് വെച്ചാൽ അതിനു മുമ്പേ ഇപ്പോൾ ചാനൽസിലുണ്ടായിരുന്നെങ്കിലും യൂട്യൂബ് ഒരു വലിയൊരു ഡിഫറൻസ് കൊണ്ടുവന്നിരുന്നു. പണ്ട് ചാനൽസ് അധികം ഇല്ലാത്തൊരു കാലത്ത് വേറെ മീഡിയ ഇത് വന്നതോടുകൂടിയാണ് എനിക്ക് തോന്നുന്നു ചാനൽസിലെ വീഡിയോസ് പോലും അങ്ങോട്ട് ഇട്ടപ്പം അവിടെ നിന്നാണ് കൂടുതൽ. സത്യം. ഇപ്പം ഞാൻ ജോബുമായിട്ട് ഇതിൻ്റെ മുൻപ് നമ്മൾ ചെയ്ത ഇൻ്റർവ്യൂവിൽ ജോബ് വളരെ ആത്മാർത്ഥമായിട്ട്, അത് എനിക്ക് ഭയങ്കര സോൾഫുൾ കോൺവെർസേഷൻ ആയിട്ടാണ് തോന്നിയിട്ടില്ല. അപ്പോൾ അതിൽ ജോബ് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ അതിങ്ങനെ കറങ്ങി 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 എത്രയോ കാലത്തിന് ശേഷമൊക്കെ വീണ്ടും വരുമ്പോൾ ഞാൻ വിചാരിക്കും അത് നമുക്ക് സോഷ്യൽ മീഡിയ തരുന്ന സോഷ്യൽ മീഡിയ ഏറ്റവും വലിയ ഗുണം അതാണ്. എനിക്കൊന്ന് ഏത് ആർട്ട് ഫോമിനും ഇന്ന് പുറത്ത് വരാനുള്ളൊരു സ്പേസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ വിധി പോലെ ഇരിക്കും. അത് നമ്മൾ അതിൻ്റെ നെഗറ്റീവ് സൈഡോ? നെഗറ്റീവ് സൈഡ് ഉറപ്പായിട്ടും ഉണ്ട്. അത് എനിക്ക് തോന്നി അറ്റൻഷൻ സ്പാൻ കേൾക്കുമ്പോൾ വിഷമം വരാറുണ്ടോ? ഉറപ്പായിട്ടും വിഷമം വരും. അത് എനിക്ക് ഭയങ്കര വിഷമമാണ്. എനിക്ക് വിഷമമാണ് എന്ത് ചെയ്യാല്ല. പക്ഷെ അതുകൊണ്ട് ഞാൻ കൂടുതൽ അങ്ങോട്ട് അങ്ങനെ നോക്കാറില്ല. പക്ഷെ കാണുമ്പോൾ ഉറപ്പായിട്ടും വിഷമം. ഷടാ എന്നാലും പുള്ളി എന്തിനാ, നമ്മൾ ഉദ്ദേശം അതായിരുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, വിഷമമാണ്. ബട്ട് സ്റ്റിൽ അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടായിട്ട് കണ്ടങ്ങ് അങ്ങനെ പറ്റുള്ളൂ.